അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഒരു കച്ചവടത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. സൂറത്തു സ്വഫിൻ്റെ 10 മുതൽ ഉള്ള ആയത്ത് അള്ളാഹു ചോദിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ, ഒരു കച്ചവടം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. തുഞ്ചീക്കും മിൻ അജാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് ആ കച്ചവടം നിങ്ങളെ രക്ഷപ്പെടുത്തും. അപ്പോൾ കച്ചവടത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വേദനാജനകമായ നാളെ പരലോകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും. എന്താണ് കച്ചവടം? 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, തുഅ്മിനൂന ബില്ലാഹി വറസൂലി, അള്ളാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിക്കുക. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുകയും ചെയ്യുക. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, അതാണ് നിങ്ങൾക്ക് ഖൈർ, ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. എന്നിട്ട് അള്ളാഹു 13-ാമത്തെ ആയത്തിൽ പറയുന്നു, യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരും. വയദ്ഖിൽക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ പുഴകളൊഴുകുന്ന സ്വർഗത്തിൽ അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. വമസാകിന ത്വയ്യിബതൻ ഫി ജന്നാത്തിൻ അജ്ൻ, നല്ല സുന്ദരമായ താമസങ്ങൾ അദ്നെന്ന സ്വർഗത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അത് വലിയ ഒരു വിജയമാണ്. ഇവിടെ അള്ളാഹു തആല എത്ര സുന്ദരമായിട്ടാണ് ഈ ഒരു വിഷയം നമ്മളോട് സംസാരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, വ ഉഖ്റാ തുഹിബ്ബൂനഹ, വേറെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. നസ്റും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള സഹായം, വഫത്ഹുൻ ഖരീബ്, അടുത്ത ഒരു വിജയവും, വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് നബിയെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു കച്ചവടം, മുഅ്മിനീങ്ങളായ നമുക്ക് നമ്മുടെ ലക്ഷ്യം, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പരലോകത്ത് രക്ഷപ്പെടലാണല്ലോ പ്രിയപ്പെട്ടവരെ. ആ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരു കാര്യമായിട്ടാണ് അല്ലാഹു തആല ഈ ഒരു കച്ചവടത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. തീർച്ചയായും ആ കച്ചവടം നമ്മൾ ചെയ്യേണ്ടതുമാണ്. ആ കച്ചവടം നമ്മൾ ചെയ്താൽ നമുക്കാണതിൻ്റെ ഗുണം, അല്ലാഹു തആലക്കല്ല, നമുക്കാണതിൻ്റെ മെച്ചവും ലാഭവും ഒക്കെ നമുക്കാണ്. ഈ ആയത്ത് സൂറത്ത് സ്വഫിൻ്റെ 10 മുതൽ 13 വരെയുള്ള ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് ഉസ്മാൻ ഇബ്നു മഅ്ഊൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി വര്യൻ്റെ കാര്യത്തിലാണ്. അദ്ദേഹം പണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ഒരു സ്വഹാബി വര്യനാണ്. അദ്ദേഹം ഇബാദത്തിന് വലിയ താല്പര്യമുള്ള ആളാണ്, നിസ്കരിക്കാനും നോമ്പെടുക്കാനും. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ്, ഇബാദത്തിന് സമയം കിട്ടണില്ലല്ലോ, സമയം പോരല്ലോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ലൗ അദിൻത ലീ ഫതല്ലഖ്തു ഖൗല, നബിയെ അങ്ങ് സമ്മതിക്കുകയാണ്, ഞാൻ ഖൗല എന്ന് പറയുന്ന എൻ്റെ ഭാര്യയെ ഞാൻ മൊഴി ചൊല്ലാം. മാത്രമല്ല വതറഹബ്തു വഖ്തസൈതു, ഞാൻ ഒരു സന്യാസ ജീവിതം നയിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആരോടും അങ്ങനെ മിണ്ടാതെ ഭൗതിക കാര്യങ്ങളൊന്നും ഇടപെടാതെ ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കാൻ പോവാണ്. മാത്രമല്ല എൻ്റെ വികാരത്തെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളും ഞാൻ ചെയ്യാൻ പോവാണ്.
വഹറംതു ലഹ്മ, ഞാൻ മാംസത്തെ ഒഴിവാക്കുകയാണ്, നിഷിദ്ധമാക്കുകയാണ്. വലാനാമു ബിലൈലിൻ അബദ, ഒരിക്കലും ഞാൻ രാത്രി ഉറങ്ങണില്ല. വല ഉഫ്തിറു ബിനഹാരിൻ അബദ, ഒരിക്കലും ഞാൻ ഇനി നോമ്പ് ഒഴിവാക്കണില്ല. എന്നും നോമ്പാണ്, എന്നും നോമ്പ്, എല്ലാ രാത്രിയും നിസ്കാരം, മാംസം കഴിക്കണില്ല, ഭാര്യ വേണ്ട, മറ്റു ചിന്തകളൊന്നും ചാൻസ് ഇല്ലാതെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നമിൻ സുന്നത്തി നിക്കാഹ്, എൻ്റെ ചര്യയാണ് വിവാഹട്ടോ, അത് ഒഴിവാക്കാൻ പാടില്ല. വല റഹ്ബാനിയത്ത് ഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു ബ്രഹ്മാചാരമൊന്നുമില്ല. ഇന്നമാ റഹ്ബാനിയത്തു ഉമ്മത്തി അൽ ജിഹാദ് ഫിസബില്ല, ഇസ്ലാമിലുള്ള ബ്രഹ്മാചാരം എന്ന് പറയുന്നത്, ഇസ്ലാമിലുള്ള സന്യാസം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യലാണ്, ധർമ്മസമരം നടത്തലാണ്. ഹിസാ ഉമ്മത്തി അസവും, നിങ്ങൾക്ക് എൻ്റെ സമുദായത്തിലെ വികാരം ഒഴിവാക്കാനുള്ള മാർഗം നോമ്പെടുത്തോളൂ. വലാ തുഹരിമു ത്വയ്യിബാത്തി മാ അഹല്ലല്ലാഹു ലക്കും, അള്ളാഹു അനുവദിച്ചതൊരിക്കലും നിങ്ങൾ ഹറാമാക്കരുത്, നിഷിദ്ധമാക്കരുത്. അള്ളാഹു അനുവദിച്ചതാണ് മാംസം കഴിക്കാൻ, അതൊരിക്കലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. അമിൻ സുന്നത്തി അനാമു, എൻ്റെ ചര്യയാണ് ഉറക്കം, ഞാൻ ഉറങ്ങാറുണ്ട്. വാക്കുമു, ഞാൻ നിസ്കരിക്കാറുണ്ട്. വഫ്തിറു, ഞാൻ നോമ്പെടുക്കാറുണ്ട്. വഫ്തിറു, ഞാൻ നോമ്പ് ഒഴിവാക്കാറുണ്ട്. വാസുമു, ഞാൻ നോമ്പ് എടുക്കാറുണ്ട്. ഫമൻ റൈബാൻ സുന്നത്തി ഫലീസ മിന്നി, ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ വിട്ട് ആഗ്രഹിച്ചാൽ, അതിലേറെ ഒരാൾ കൊതിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വല്ലാഹി ല വദിത്തു യാ നബിയല്ലാഹ് അയ്യു തിജാറത്തിൻ അഹബ്ബു ഇലല്ലാഹ്, അപ്പോൾ അള്ളാഹുവിലേക്ക് ഇഷ്ടമുള്ള കച്ചവടം ഏതാണ്? നഫ അത്തജിറുഫിയ, ഞാനത് ചെയ്തോളാം, എനിക്കെന്ന പരലോകത്ത് വലിയ പ്രതിഫലം കിട്ടുമല്ലോ. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പറഞ്ഞിക്കണല്ലോ സൂറത്തു തൗബയിൽ, ഇന്നല്ലാഹ ഇഷ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും, മുഅ്മിനീങ്ങളുടെ ശരീരവും സമ്പത്തും അള്ളാഹു വാങ്ങിയിട്ടുണ്ട് എന്ന് ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ. ഇവിടെ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ഭാര്യയെ ഒഴിവാക്കണ്ട, നിങ്ങൾ എന്നും നോമ്പെടുക്കണ്ട, നിങ്ങൾ എല്ലാ രാത്രി ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യണ്ട. രാത്രി ഉറങ്ങും വേണം, നിസ്കരിക്കും വേണം, ഇടയ്ക്ക് നോമ്പെടുക്കും വേണം, ഇടയ്ക്ക് നോമ്പ് ഒഴിവാക്കും വേണം. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഫർദ് നോമ്പല്ല പറഞ്ഞത്, സുന്നത്ത് നോമ്പാണ്. എല്ലാ ദിവസവും നോമ്പെടുക്കലല്ല റസൂലുള്ളാഹിൻ്റെ പ്രോത്സാഹനം. ഇടയ്ക്കിടയ്ക്ക് നോമ്പെടുക്കുക, തിങ്കളും വ്യാഴവും, അതുപോലെ മാസത്തിൽ 3 നോമ്പ്, അറഫ നോമ്പ്, മുഹറത്തിലെ നോമ്പ്, ഇതൊക്കെ സുന്നത്താണ്, ഇതൊക്കെ ചെയ്യാം. അല്ലാതെ എല്ലാ ദിവസവും തുടർച്ചയായുള്ള നോമ്പ് അത് റസൂലുള്ളാഹി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നല്ല. എന്നിട്ട് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞു, ഇന്ന ലിനഫ്സിക അലൈക ഹഖ, നിങ്ങൾക്ക് നിങ്ങളെ ശരീഅത്തിൻ്റെ മേലൊരു ബാധ്യത ഉണ്ട്. വലി അഹ്ലിക അലൈക ഹഖ, നിങ്ങളെ ഭാര്യയ്ക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട അവകാശമുണ്ട്. വലി സൗജിക അലൈക ഹഖ, നിങ്ങളെ ഭാര്യയ്ക്ക്, നിങ്ങളെ കുടുംബത്തിന് നിങ്ങൾ വഅതി കുല്ലദി ഹഖിൻ ഹഖഹു, ഓരോരുത്തർക്കും നിങ്ങൾ അവകാശപ്പെട്ട് നിങ്ങൾ കൊടുത്തോളി. അപ്പോഴാണ് യഥാർത്ഥ മുസ്ലിമാകുന്നത്, അള്ളാഹിൻ്റെ പൊരുത്തം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, ഈ ഉസ്മാൻ ഇബ്നു മദ്ഊനെ റസൂലുള്ളാഹി നല്ലാതെ ഇഷ്ടപ്പെട്ടു. കാരണം ഇബാദത്ത് ചെയ്യാൻ വളരെ താല്പര്യം കാണിച്ച ഒരു സ്വഹാബി എന്ന നിലക്ക് വല്ലാതെ കൊതിച്ചു, അതിനുവേണ്ടി മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സന്നദ്ധനായി എന്നുള്ളത് കൊണ്ട് പുണ്യ റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നുള്ള. അദ്ദേഹം വഫാത്തായിട്ട് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മയ്യത്തിനെ ചുംബിച്ചു എന്നാണ് ആയിഷ ബീബി പറയുന്നുണ്ട്. ഖബ്ബല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഉസ്മാൻ ഇബ്നു മദ്ഊനെ റസൂൽ ചുംബിച്ചു. വഹുവ മയ്യത്തുൻ, അത് മയ്യത്തായ സ്ഥിതിയിൽ. വഹുവ യബ്കി, റസൂൽ കരയുന്നുണ്ട്. ആയിഷ ബീബി, ഇത് ഇബ്നു മാജയും തിർമുദി രേഖപ്പെടുത്തുന്ന ഹദീസാണ്. വേറെ ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹത്താ റഅയ്തു ദുമുഅ തസീലു, റസൂലുള്ളാഹി തങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി വീഴുന്നത് ഞാനിങ്ങനെ കാണുന്നത് പോലുണ്ട്.
എന്ന് അങ്ങനെ ഞാൻ കണ്ടു എന്ന് ഐഷ ബി റളിയല്ലാഹുവിനെ പറയുന്നുണ്ട്. മാത്രമല്ല ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹുവിന് കബറടക്കിയത് ജന്നത്തുൽ ബഖീലാണ്. ജന്നത്തുൽ ബഖീ സന്ദർശിക്കുന്നവർക്കൊക്കെ അറിയാം, ഇതിൻ്റെ ഏകദേശം ഒരു നടുഭാഗത്ത് ഉയരത്തിൽ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹുവിൻ്റെ കബർ കാണാം. അവിടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണ്. അവിടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹാദാ ഹജറു ഉഅല്ലിമു ബിഹി ഖബ്റ അഖീ, എൻ്റെ ഈ സഹോദരൻ്റെ ഖബർ എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ ഇവിടെ ഒരു കല്ല് വെക്കുകയാണ്. വഅദ്ഫിനു ഇലൈഹി മൻ മാത മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ടാൽ ഞാനിവിടെ ഖബറടക്കുകയും ചെയ്യും എന്ന് അബൂദാവൂദ് രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹുവിനെ പുണ്യ റസൂലുള്ളാഹി തങ്ങൾ വളരെ സ്നേഹിച്ചു എന്നാണ്. മാത്രമല്ല മുഹാജിറുകളിൽ നിന്ന് ആദ്യമായിട്ട് ജന്നത്തുൽ ബഖീൽ ഖബർ കിട്ടിയതും ബദറിൻ്റെ ശേഷം മുഹാജിറുകളിൽപ്പെട്ട മരണം സംഭവിച്ചതിൽ ആദ്യത്തവർ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹുവിനുവാണ് ഇസ്ലാമിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു ബദറിൽ വളരെയേറെ സജീവമായി പങ്കെടുത്തു. അതിനുശേഷം രോഗിയായി മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. വലിയൊരു മഹാനാണ്. അവരെ ചരിത്രം, അവരുടെ ഭാര്യൻ്റെ പേര് ഖൗല ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹ. അവരൊക്കെ വല്ലാതെ ത്യാഗം. ഖൗല ബീവി ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹുവിൻ്റെ ഇബാദത്ത് കണ്ട് വല്ലാതെ അവരുടെ ആ ജീവിതത്തിൽ അതിൻ്റെ ഒരു പ്രയാസങ്ങൾ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരിൽപ്പെട്ട ചില ഭാര്യമാർ കണ്ടു എന്നാണ്. എന്താ ഖൗല, നിങ്ങളെ വസ്ത്രമൊക്കെ ഇങ്ങനെ ഒരയക്കണ് എന്ന് ചോദിച്ചപ്പോൾ ഖൗല പറഞ്ഞു, അത്രേ, എൻ്റെ ഭർത്താവിൽ എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല, അദ്ദേഹം മുഴുവൻ ഇബാദത്താണ്, രാത്രിയിലൊക്കെ മുഴുവൻ ഇബാദത്താണ്, അദ്ദേഹത്തിന് എന്നോട് വലിയൊരു അടുപ്പോ വലിയ എന്തോ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും അപ്പോൾ അതും കൂടെ റസൂലുള്ളാഹി തങ്ങളെ ഈ ഒരു ഉപദേശത്തിലേക്ക് എത്താൻ വഴിയൊരുക്കി എന്നും കൂടെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഭാര്യയുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കൽ പോലും പുണ്യമാണ് എന്ന് ദീന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഭാര്യയുമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും സ്വതക്കയാണ് എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. അപ്പം അത്രയും പുണ്യമുണ്ട്. അതുകൊണ്ട് ഇതൊന്നും പരലോകത്തേക്ക് തടസ്സമല്ല എന്നാണ് പുണ്യ റസൂലുള്ളാഹി തങ്ങൾ ഭാര്യമാരുമായി ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ ഒരു മാർഗം അവലംബിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള അറിവുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുകയും നമ്മളെ സുഹൃത്തുക്കളിലേക്ക് ഇതൊക്കെ എത്തിക്കുകയും ചെയ്യണമെന്ന് വിനയത്തോട് അറിയിക്കുന്നു. എല്ലാവരുടെയും ദുആ പ്രതീക്ഷിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.